ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പറയാൻ തന്നെയാണ്. എന്താണ് ആ തട്ടിപ്പ്, ഏതാണ് തട്ടിപ്പ് പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് സ്പൂഫിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? വേറൊരാളുടെ നമ്പറിൽ നമ്മളെ വിളിക്കുക. അതാണ് ഈ ഒരു ഓൺലൈൻ തട്ടിപ്പിൽ നടക്കുന്നത്. അതെന്തായാലും പറഞ്ഞുതരാം. സ്പൂഫിംഗ്, നമുക്ക് മറ്റൊരാളുടെ നമ്പറിൽ നിന്ന് വേറൊരാൾ നമ്മളെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ നമ്പർ വെച്ച് വേറൊരാളെ വിളിക്കുക. അതിനെയാണ് ഈ സ്പൂഫിംഗ് എന്ന് പറയുക. മെയിൽ അങ്ങനെ അയക്കാറുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ പേരിൽ ഒരു മെയിൽ ഐ ഡി എടുത്തിട്ട് മോഹൻലാലിൻ്റെ അതേ മെയിൽ ഐ ഡി തന്നെ എടുത്തിട്ട് എനിക്ക് അയക്കുന്നത് സ്പൂഫിംഗ് ആണ്. ഹാക്കേഴ്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ നടക്കുന്നത്, നമുക്കറിയാം, നമ്മുടെ ATM കാർഡ് മിസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഇവിടെ വിളിക്കാനുള്ള നമ്പറുണ്ട്. ഈ നമ്പർ ഓരോ ബാങ്കിനും യൂണിക് ആയിരിക്കും. അതായത് കാനറേൻ്റെ ആയിരിക്കില്ല SIBൻ്റെ ആയിരിക്കില്ല SBIക്ക്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ഡാറ്റാബേസ് ഇവർ എടുത്തിട്ട്, ഹാക്കേഴ്സ് എടുത്തിട്ട്, നിങ്ങൾ ഏത് കാർഡാണ്, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ്, നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ കാർഡിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഈ ബാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്കിപ്പോൾ ഒരു OTP സെൻഡ് ചെയ്തിട്ടുണ്ട്, പഴയ വീഞ്ഞ് തന്നെ. അത് നിങ്ങൾ പറയണം, ഇല്ലെങ്കിൽ കാർഡ് ബ്ലോക്കാവോ അല്ലെങ്കിൽ KYCൻ്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് വിളിക്കും. നിങ്ങൾ എങ്ങാനും ആ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അധികം ക്രെഡിറ്റ് കാർഡിനെയാണ് നോക്കുക, കാരണം പെട്ടെന്ന് പൈസ വലിക്കാൻ സുഖം അതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ചെയ്യും. നിങ്ങളുടെ അക്കൗണ്ടുള്ള ആൾക്കാർ അവരുടെ അക്കൗണ്ട് വരെ ഡീറ്റെയിൽസ് എടുത്തിട്ടായിരിക്കും ഇത് ചെയ്യുക. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. ഇതിപ്പം നടന്നു വരുന്ന തട്ടിപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ പെട്ട് കഴിഞ്ഞാൽ സൈബർ സെല്ലിനെ 1930 വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുക. പെടാതിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ. ഇത് പുതിയ ഓൺലൈൻ തട്ടിപ്പാണ്. കോൾ സ്പൂഫ് ചെയ്തിട്ട്, അതായത് കസ്റ്റമർ കെയർ നമ്പറത്തെ കോൾ എടുത്തിട്ട്, നമ്പർ എടുത്തിട്ട് കോൾ സ്പൂഫ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ച് നിങ്ങളെ ബാങ്ക് ഏജൻറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുക. നിങ്ങൾ ഒരു ബാങ്ക് ഏജൻറ്റും നിങ്ങളോട് OTP ചോദിക്കില്ല, KYCs ചോദിക്കും. പക്ഷേ OTPs, നിങ്ങളുടെ OTP ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ ഒരു ബാങ്ക് ഏജൻറ്റും പറയില്ല. അത് നിങ്ങൾ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.